ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ECT. നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒപ്പോയുടെ A12 എന്ന മോഡൽ മൊബൈലാണ്. ആഗോള സ്മാർട്ട് ഡിവൈസ് ബ്രാൻഡായ ഓപ്പോ അവരുടെ എ സീരീസിലുള്ള ഓപ്പോ A12 ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ജൂൺ 10-നാണ്. കണ്ണുകൾക്ക് സുരക്ഷിതമായ 6.22 ഇഞ്ച് വലുപ്പമുള്ള സ്ക്രീൻ 89% സ്ക്രീൻ ബോഡി അനുപാതം നൽകുന്നു. ഡിസ്പ്ലേയിൽ അടങ്ങിയിട്ടുള്ള ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ഉപഭോക്താവിൻ്റെ കണ്ണുകളുടെ സമ്മർദ്ദം കുറച്ച് കാഴ്ചയെ സംരക്ഷിക്കുന്നു. ഡിസ്പ്ലേയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ IPS LCD കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 16 കളേഴ്സിൻ്റെ സ്ക്രീൻ സൈസ് 6.22 ഇഞ്ചാണ്. സ്ക്രീൻ റെസൊല്യൂഷൻ 720x1520 പിക്സൽ ആണ്. പിക്സൽ ഡെൻസിറ്റി 270 പിക്സൽ പെർ ഇഞ്ചാണ്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8.33 മില്ലിമീറ്റർ വീതിയും 165 ഗ്രാം ഭാരവുമുള്ള ഈ ഫോൺ ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഏറ്റവും ആകർഷകമായ ഘടകം ഡിസൈൻ തന്നെയാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ വളരെ മികച്ച ഒരു അനുഭവം തന്നെ നമുക്ക് നൽകും. 3D ഡയമണ്ട് ബ്ലേസ് ഡിസൈനിൽ വരുന്ന ഫോൺ നീല കറുപ്പ് നിറങ്ങളിൽ ലഭ്യമാണ്. 4230 mAh ബാറ്ററി യൂണിറ്റാണ് ഈ ഡിവൈസിലുള്ളത്. വീഡിയോകൾ 8 മണിക്കൂർ വരെ തുടർച്ചയായി കാണാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ പാട്ട് കേൾക്കാനും ഗെയിമുകൾ കളിക്കുവാനും സംസാരിക്കാനും കൂടുതൽ സമയം ചെലവഴിക്കാം. ഇതിൽ തന്നെ 3GB RAM 32 ROM ഉള്ളതും 4GB RAM 64GB ROM ഉള്ളതും ലഭ്യമാണ്. കാർഡുകൾക്കായി 3 സ്ലോട്ടുകൾ ഉള്ളതിനാൽ മെമ്മറി കാർഡ് 256GB വരെ ഉയർത്താം. ഈ ഫോൺ ഒരു മികച്ച ഗെയിമിംഗ് അനുഭവം കൂടി നൽകുന്നുണ്ട്. ക്യാമറ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുള്ള നോച്ചിൽ 5MP സെൽഫി ക്യാമറയാണ് ഓപ്പോ നൽകിയിട്ടുള്ളത്. ഇത് f20 അപ്പർച്ചർ ഓപ്പണുള്ള ക്യാമറയാണ്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ മൊഡ്യൂളാണ് ഉള്ളത്. ഈ ക്യാമറ മൊഡ്യൂളിൽ f2.2 അപ്പർച്ചറും 13MP പ്രൈമറി സെൻസറിനൊപ്പം ഡെപ്ത് എഫക്റ്റിനായി f2.2 അപ്പർച്ചറുള്ള 2MP സെൻസറും നൽകിയിട്ടുണ്ട്. 1080 30 ഫ്രെയിംസ് വരെയുള്ള വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനാകും. 6x സൂമും ബസ്റ്റഡ് മോഡും ഫോണിൽ ലഭ്യമാണ്. പിക്സൽസ് ഗ്രേഡ് കളർ മാപ്പിംഗ് അൽഗോരിതം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇതിലെ ഡിജിറ്റൽ കളർ മോഡ് വെളിച്ചം കുറവുള്ളപ്പോഴും വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ സഹായിക്കുന്നു. AI ബ്യൂട്ടിഫിക്കേഷൻ മുഖേന മികച്ച ചിത്രങ്ങൾ സ്വാഭാവികമായി പകർത്തുവാനും കഴിയും. ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഓപ്പോ A12 പിൻ പാനലിൽ ഫിംഗർ പ്രിൻ്റ് സ്കാനർ നൽകിയിട്ടുണ്ട്. വിരലടയാളം സ്കാൻ ചെയ്യുന്നതിനുള്ള സൗകര്യം കാര്യങ്ങൾക്ക് വേഗത കൂട്ടുന്നു. കൂടാതെ വളരെ വേഗത്തിൽ തന്നെ ഫോൺ തുറക്കുവാനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഫേസ് ID ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇതിലുണ്ട്. എൻട്രി ലെവൽ ഒക്ടാകോർ മീഡിയാടെക് ഹീലിയോ P35 പ്രോസസ്സറാണ് ഓപ്പോ A12 സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. Android 9 പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള ഓപ്പോ A12 സ്മാർട്ട് ഫോണിൽ കളർ OS 6.1 യൂസർ ഇൻ്റർഫേസും കമ്പനി നൽകുന്നു. ഈ സവിശേഷതകൾ ബജറ്റ് സെഗ്മെൻറ്റിലുള്ള സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് മികച്ചവ തന്നെയാണ്. 3GB റാമിലുള്ള വേരിയൻറ്റിന് 9990 രൂപയാണ് വില വരുന്നത്. 4GB RAM പ്ലസ് 64GB സ്റ്റോറേജ് മോഡലിന് 11490 രൂപയും വില വരുന്നു. ഇതിൻ്റെ കുറച്ച് പോരായ്മകളായി തോന്നിയത് MI ഈ പ്രൈസിൽ ഇതിലും മികച്ച സ്പെസിഫിക്കേഷനുള്ള മൊബൈൽ നൽകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്പം ലാഗ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ C പോർട്ട് ഇല്ലാത്തത് വലിയൊരു ന്യൂനത തന്നെയാണ്. പ്ലാസ്റ്റിക് കേസാണ് അതിൻ്റെ മറ്റൊരു ന്യൂനതയായിട്ട് പറയാവുന്നത്.
2 നാനോ സിമ്മും ഒരു മൈക്രോ SD കാർഡുമാണ് നമുക്കിതിൽ ഒരേ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ, കോമ്പസ് മാഗ്നറ്റോമീറ്റർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ, ഗൈറോസ്കോപ്പ് തുടങ്ങിയ സെൻസറുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്.